വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ട് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. നിർവഹിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, വനം മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ആ ഉറപ്പൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതും നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉറപ്പ് എന്നത് അത് കാസർഗോഡിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി കാസർഗോഡ് വെച്ച് നൽകിയ ഉറപ്പാണ്. RRT റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥാപിക്കുമെന്ന് നമ്മുടെ ജില്ലയിലെ DFO ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി നൽകിയ വാഗ്ദാനമാണ്. അപ്പോൾ അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിസ്ക് അലവൻസ്, ആ റിസ്ക് അലവൻസ് മറയൂർ എന്ന സ്ഥലത്ത് മാത്രം നിങ്ങളുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 15% തുക റിസ്ക് അലവൻസായി അവിടെ നൽകുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മറയൂർ എന്ന ഒരു പ്രദേശം മാത്രമാണോ കേരളത്തിലുള്ളത്? മറയൂർ എന്ന ഒരു പ്രദേശം കേരളത്തിന്റെ ഭാഗമാണെങ്കിൽ കേരളത്തിലെ ബാക്കി 14 ജില്ലകളും കേരളത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി. വനം ഡെപ്യൂട്ടി റേഞ്ചർമാരുടെ വെട്ടിക്കുറച്ച ശമ്പള സ്കെയിൽ സമാന തസ്തികയായ SIക്ക് തുല്യമായി പരിഷ്കരിക്കുക, റിസർവ് ഫോറസ്റ്റ് വാച്ചർ തസ്തിക അപ്ഗ്രേഡ് ചെയ്യുക, വനപാലകർക്ക് 8 മണിക്കൂർ ജോലി സമയം ക്ലിപ്തപ്പെടുത്തുക, അധിക സമയം ജോലിക്ക് ഓഫ് നൽകുകയും ചെയ്യുക, TM മനോഹരൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. ധർണയുടെ ഉദ്ഘാടനം എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. നിർവഹിച്ചു. KFPSA ജില്ലാ പ്രസിഡന്റ് SN രാജേഷ് അധ്യക്ഷത വഹിച്ചു. K പ്രഭാകരൻ, NP കുഞ്ഞി മൊയ്തീൻ, സുനിൽകുമാർ കരിച്ചേരി, P പീതാംബരൻ, മൊയ്തീൻ പെർള തുടങ്ങിയവർ സംസാരിച്ചു. KFPSA ജില്ലാ സെക്രട്ടറി C വിജയകുമാർ സ്വാഗതവും BV രാജഗോപാലൻ നന്ദിയും പറഞ്ഞു.